ഇന്ന് ഞാൻ വളരെ സങ്കടം തോന്നിയൊരു വാർത്തയാണ് ഞാനിന്ന് കണ്ടത്. തിരുവനന്തപുരം വെളപ്പിൻശാല എന്ന് പറയുന്ന സ്ഥലത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു യുവാവ്, 37 വയസ്സുള്ള യുവാവ് ശ്വാസം കിട്ടാതെ തൻ്റെ ഭാര്യയുടെ കണ്ണു മുമ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു രംഗമാണ് കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നടക്കുന്നത് 19-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ CCTV വിഷ്വൽസ് പുറത്തോട്ട് വരുന്നത്, എയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ആ ഹോസ്പിറ്റലിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കാര്യമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ CCTV വിഷ്വലിനകത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു യുവാവിനെ, ആ ഒരു ഭാര്യയെ കൊണ്ടുവന്ന് അവിടെ നെട്ടോട്ടം ഓടുന്നതാണ് ഒരാളുടെ സഹായത്തിന് വേണ്ടിയിട്ട്. ഒരു എലിക്കുഞ്ഞ് പോലും ആ CCTV വിഷ്വലിനകത്തില്ല. ആ ഒരു യുവാവ് ശ്വാസം കിട്ടാതെ മരണ വെപ്രാളത്തിൽ അവിടെ ഇരിക്കുകയും നിൽക്കുകയും എല്ലാം ചെയ്ത് എത്ര മിനിറ്റുകളാണ് ആ CCTV ദൃശ്യത്തിനകത്ത് ആ ഭാര്യ, ആ ബിസ്മീറിൻ്റെ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനെ കൊണ്ട് നെട്ടോട്ടം ഓടുന്ന രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നനയിപ്പിക്കുന്ന, നമുക്ക് കണ്ണിൽ കൂടെ വെള്ളം വന്നു. പ്രത്യേകിച്ച് ശ്വാസം മുട്ടൊക്കെ വരുന്ന രോഗികൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത്. ഒരു മിനിറ്റിനും വിലയുള്ളതാണ്. ശ്വാസം മുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് ഒരു മിനിറ്റിനും വിലയുള്ളതാണ്. ഇവിടെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞുണ്ടല്ലോ, ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ജീവനക്കാരെ, അവിടെ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും പേരെ പിരിച്ചു വേണം ജോലിയിലേക്ക് തിരിച്ചെടുക്കല്. ഡോക്ടറെ ഉൾപ്പെടെ, സൂപ്രണ്ടിനെ ഉൾപ്പെടെ അവിടെ നിന്ന് പിരിച്ചു വേണം. അതാണ് വേണ്ടുന്നത്. ഒരു രാത്രി എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് നമ്മളെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്ന വണ്ടി എടുത്തുകൊണ്ട് അത്രയും വെപ്രാളപ്പെട്ട് നമ്മൾ ഓടി അവിടെ എത്തുന്ന സമയത്ത് അവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ, നമ്മളെ ചികിത്സിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ലെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിക്കും. പിന്നെ എന്തിനാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കെട്ടിപ്പടുത്ത് വെച്ചേക്കുന്നത്? നമ്മൾ ആരോഗ്യമന്ത്രി വീണ ജോർജൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട്. ഇതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. അതാണ് വേണ്ടുന്നത്. ഈ ജീവനക്കാർക്കെതിരെ പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ രാത്രിയൊക്കെ ഒരു പനിയായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വയറുവേദനയായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ മിക്കുള്ള സ്റ്റാഫും നേഴ്സുമാരും ഡോക്ടർമാരെല്ലാം രാത്രി ഇരുന്ന് ഉറങ്ങുമായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ചെന്ന് വിളിക്കുമ്പോഴായിരിക്കും ബോധമില്ലാത്ത രീതിയിൽ ഞെട്ടി എണീറ്റില്ല, ഒരു ബോധമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത്. എന്താണെന്ന് ചോദിക്കുന്നത്, ഹോസ്പിറ്റലിൽ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പല രോഗികളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വിഷ്വൽ ഇവിടെ നിന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആ ഒരു യുവാവിൻ്റെ ആ ഒരു ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ആ യുവാവ് അവിടെ കിടന്ന് പൊളയുന്ന, അവസാന ശ്വാസത്തിന് വേണ്ടിയിട്ട് ആ യുവാവ് കിടന്ന് പൊളയുന്ന വേദന നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എത്ര മിനിറ്റാണെന്നറിയോ? 10-20 മിനിറ്റാണ് ആ യുവാവ് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ചികിത്സയും കിട്ടാതെ, ഒരു സെക്യൂരിറ്റിയുടെ ഒരു സഹായം പോലും കിട്ടാതെ അവിടെ നിൽക്കുന്ന ഒരവസ്ഥ വന്നത്. നിങ്ങൾ ആ ഒരു വിഷ്വൽ ഒന്ന് കണ്ടു നോക്കും. 19 ബിസ്മി മരിച്ചു. ഈ പറയുന്ന മനുഷ്യൻ അങ്ങോട്ടേക്ക് വന്ന് ചികിത്സ കിട്ടാതെ മരിച്ചുപോയി എന്നുള്ള ഏറ്റവും ഈ പറയുന്ന ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. എങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആശുപത്രി അധികൃതർക്ക് നിഷേധിക്കാൻ കഴിയുക എന്നറിയില്ല. കാര്യമായ ചികിത്സ നൽകാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് ചികിത്സ ഉണ്ടല്ലോ അതെങ്കിലും നൽകാൻ ഭാര്യ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിസ്സഹായമായി ആവശ്യപ്പെടുന്നെങ്കിൽ ആ സമയത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്യാനാണ് ആശുപത്രിയിൽ? അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവരെ കൊണ്ട് കഴിയുന്നത് പോലൊക്കെ പരമാവധി കഷ്ടപ്പെട്ട് ചോദിക്കുമ്പോഴും ഏതെങ്കിലും ഒരു സഹായവും കിട്ടാതെ ഒരു മനുഷ്യൻ മരിച്ചുപോയി എന്നുള്ളതാണ് അങ്ങേയറ്റം സങ്കടകരമായ വസ്തുത. മേഘന മുരളി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, ചികിത്സാ നിഷേധത്തിന്റെ ഏറ്റവും സങ്കടകരമായ, ഒരു മനുഷ്യനുണ്ടാവാവുന്ന ഏറ്റവും പരമാവധി നിസ്സഹായതയുടെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കണ്ടല്ലോ. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടുന്ന ഒരു ഭാര്യയുടെ അവസ്ഥയാണ് ആലോചിച്ച് നോക്കിയേ. ആ ഹോസ്പിറ്റലിൽ ആ സമയത്ത് ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അവരെ എല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് പിരിച്ചു വിടണം. ഈ CCTV തന്നെ അതിനൊരു തെളിവാണ്. ഇതിൽ കൂടുതൽ ഒരു തെളിവും വേണ്ട അല്ലേ? ഒരു കാരണവശാലും ഒരു പനിയോ ഒരു തലവേനയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പനിയോ തലവേനയോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാവൂ. അത്രയ്ക്കും സീരിയസ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ, എന്തെങ്കിലും ഇതുപോലുള്ള ശ്വാസമുട്ടോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവുകയേ ചെയ്യില്ലേ. അവിടെ സമയം വേസ്റ്റ് ചെയ്യുന്ന ഇതുണ്ടെങ്കിൽ വേറെ നല്ല ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് വേണ്ടുന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഉടനടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ്, എന്തെങ്കിലും ഒരു എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവിടുത്തെ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. ബില്ല്, ടോക്കൺ എടുക്കണം, ഇതെടുക്കണം, എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രോഗി ഏകദേശം ഒരു സൈഡാവും അല്ലേ? അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ പറ്റിയിട്ട്
ഈ മരിച്ച യുവാവിൻ്റെ 37 വയസ്സുള്ളൊരു യുവാവാണ്. ആലോചിച്ച് നോക്കി, ഈ യുവാവിൻ്റെ ഭാര്യയുടെ വെളിപ്പെടുത്തലുകൾ ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഭാര്യ പറയുന്നത് അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. ആ സമയത്ത് ആ ഭാര്യ അനുഭവിച്ച ആ ഒരു വേദന, എന്തൊക്കെ പറഞ്ഞാലും അവർ മരിക്കുന്നത് വരെ ആ ഒരു വേദന അവരുടെ മനസ്സിൽ കാണും അല്ലേ. തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വേദന ആലോചിച്ച് നോക്കി. അത്രയും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആളുകളെല്ലാം വിളിച്ചു. ബാക്കി വിഷ്വൽസിനകത്ത് കാണിക്കുന്നില്ല, നമുക്ക് പറയേണ്ട കാര്യമില്ല. അത് കാണിച്ചില്ലെങ്കിലും ആ വിഷ്വൽസിനകത്ത് ഇല്ലെങ്കിലും നമുക്ക് അറിയാവുന്നതാണ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അവസ്ഥ. നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് എമർജൻസി ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രാത്രിയോ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോൾ പോയാലും കണക്കാണ്. പ്രത്യേകിച്ച് രാത്രി പോയി കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും അവിടെ കാണത്തില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുമായിരിക്കും ചെയ്യുന്നത്. ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പോലും ഒരു സ്റ്റാഫിനെ പോലും അവിടെ കാണത്തില്ല. എന്തായാലും ബിസ്മീറിൻ്റെ വൈഫിൻ്റെ പ്രതികരണം കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കും. ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട്, അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം. ഞാൻ ഓടി വരുമെന്ന് വിളിച്ചുകൊണ്ട് ഇക്കത് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി കിടന്ന് വിളിക്കാൻ, രക്ഷിക്കണം, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു, ഓടി ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്നു, പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത്. അകത്ത് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലിരുത്താൻ. എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ്, അപ്പോൾ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഒന്ന് ആവി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ നഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആവിയുടെ ഇതിന് തരായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്സിജൻ കൊടുത്തില്ല, അതുകൂടെ തരുമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഓക്സിജൻ്റെ എടുത്ത് തന്നത്. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി അപ്പോഴും ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ചു കൊടുക്കും, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ അങ്ങ് കറുത്തു. അപ്പോഴും ഞാൻ പറയാനുണ്ട് ബോധം പോയെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. 2 വീലറിലാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറിലാണോ കൊണ്ടുവരുന്നത് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് വെച്ചു. ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു. അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി, മൂക്കിന് ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് മൂക്കിന് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല, ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ഇവരെല്ലാവരും കൂടെ പിടിച്ച് ആംബുലൻസിലോട്ട് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ CPR കൊടുക്കുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കാതെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞു. ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു, പക്ഷെ ആരും വന്നില്ല. ആ ഗേറ്റ് എന്താല്ലേ ആ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, തൻ്റെ ഭർത്താവ് ശ്വാസം കിട്ടാതെ കണ്ണു മുമ്പിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുന്ന ഒരു അവസ്ഥ കാണേണ്ടി വന്നൊരു ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20 മിനിറ്റോളം മരിച്ചു കഴിഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് 20 മിനിറ്റ് മരിച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളപ്പിൻശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചികിത്സ കിട്ടാതെ അവിടെ തന്നെ മരിച്ചിരുന്നു, കുഴഞ്ഞു വീണ് അവിടെ തന്നെ മരിച്ചിരുന്നു. അതിനുശേഷമാണ് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കേസ് കെട്ടുകൾ, ഒരു ഓക്സിജൻ കിട്ടാത്ത ഒരു രോഗിയെ സംബന്ധിച്ച് 1 സെക്കൻഡ് പോലും വിലപിടിപ്പുള്ളതാണ്. എന്നാലോചിച്ച് നോക്കിയാൽ നമുക്കൊക്കെ ഒരു 2 മിനിറ്റ് പോലും ഒന്ന് ശ്വാസം എടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അല്ലേ. 2 മിനിറ്റ് നമ്മൾ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്തെന്ന് വെച്ച് നോക്കി, അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ ഒന്ന് ആ യുവാവിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും സമയം ആ വ്യക്തി അനുഭവിച്ച വേദന, യാചന എന്ന് ആലോചിച്ച് നോക്കിയ ആ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിനെതിരെ ശക്തമായിട്ട് ആ സമയത്ത് ആരൊക്കെ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ, അതിൻ്റെ ആ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനെ ഉൾപ്പെടെ ഒരു കാരണം കാണിക്കൽ നോട്ടീസും കൈപ്പറ്റാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അവർക്കുള്ള ആനുകൂല്യങ്ങളും ആ ജോലിക്കാർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം അത് ഈ മരിച്ച യുവാവിൻ്റെ കുടുംബത്തിന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം, നാളെ നമ്മളെയും ലൈഫിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. കാരണം അസുഖങ്ങളൊക്കെ ഏത് സമയം എപ്പോഴും മനുഷ്യർക്ക് വരുന്നതാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മളെല്ലാവരും പ്രതികരിക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.